ഇന്ന് ശ്രീനാരായണ ഗുരു ജയന്തിയാണ്. നമ്മൾ വീണ്ടും ഒരു ഗുരു ജയന്തി ആചരിക്കുമ്പോൾ നമുക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. അവധിയെടുത്ത് വീട്ടിലിരിക്കുന്നതിനപ്പുറത്തേക്ക് ഗുരുചിന്തകൾ, ഗുരുദർശനങ്ങൾ, അദ്ദേഹം മുന്നോട്ട് വെച്ച നവോത്ഥാന പുരോഗമന മൂല്യങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ കാര്യമായ ചർച്ചയും കാര്യമായ ചിന്തയും വേണ്ട ഒരു സമയം കൂടിയാണ്. പ്രത്യേകിച്ചും നമ്മുടെ സാമൂഹിക രാഷ്ട്രീയ പരിസരമൊക്കെ അങ്ങേയറ്റം മലീമസമായൊരു അവസ്ഥയുണ്ട്. ആ ഘട്ടത്തിൽ വീണ്ടും ഗുരുവിൻ്റെ ചിന്തകൾക്കും അദ്ദേഹത്തിൻ്റെ മൂല്യവത്തായ അദ്ദേഹത്തിൻ്റെ പാഠങ്ങൾക്കുമൊക്കെ വലിയ പ്രസക്തി ഉണ്ടാവേണ്ട ഒരു ഘട്ടം കൂടിയാണ്. അപ്പോൾ ഈ സമയം നമ്മൾ ഗുരുവിനെ എങ്ങനെ ഓർക്കേണ്ടതുണ്ട് എന്നതുകൂടി നമ്മൾ അവസാനമായി സംസാരിക്കുകയാണ്. നിഷാദ്. സൈഫു, ഇപ്പോൾ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് നമുക്കറിയാവുന്ന പോലെ ഒരു വലിയ ജീവിതകാലമാണ് അദ്ദേഹത്തിൻ്റെ. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മളിവിടെ 4-8 മിനിറ്റ് സംസാരിച്ചാൽ എവിടെ എത്തും, എവിടെ പൂർണ്ണമാകും, എവിടെ തുടങ്ങുമെന്ന ആശയക്കുഴപ്പം സത്യത്തിൽ എനിക്കുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ പറയേണ്ട കാര്യം, ഇപ്പം നേരത്തെ സൈഫു പറഞ്ഞതുപോലെ കേരളമടക്കം വലിയ തോതിലുള്ള സാമുദായികമായ ഭിന്നതയുടെ ആശയങ്ങൾ പ്രചരിക്കുന്ന ഒരു കാലത്ത് ശ്രീനാരായണ ഗുരുവിൻ്റെ തന്നെ പാരമ്പര്യാവകാശം കയ്യിലുണ്ടെന്ന് അവകാശപ്പെടുന്നവർ തന്നെ അതിൻ്റെ ഈ വൈരത്തിൻ്റെ പ്രചാരകരായി പണിയെടുക്കുന്ന കാലത്ത് ശ്രീനാരായണ ഗുരു എന്തായിരുന്നു, അദ്ദേഹം പറയാൻ ശ്രമിച്ച എന്തായിരുന്നു, അദ്ദേഹം വിത്തുപാകിയത് എന്താണെന്ന് ഓർത്തെടുക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് ഒരു വലിയ പേപ്പർ അവതരിപ്പിക്കാനല്ല, പക്ഷേ നമുക്കതിൻ്റെ ഒരു സ്മൃതി നിലനിർത്താനുള്ള ബാധ്യതയുണ്ടെന്ന് ഞാൻ പറയുന്നത്. അതായത് നമ്മളിപ്പോഴും പറയുമല്ലോ, കേരളം എന്ന് പറയുന്നത് സകലത്തിൽ നിന്നും സവിശേഷമായി വേറിട്ട് നിൽക്കുന്നു. മാനവികമായ മൂല്യങ്ങളാലും സൗഹാർദ്ദത്താലും മുന്നോട്ട് വെക്കുന്ന പുരോഗമന ആശയങ്ങളാലുമെല്ലാം ആ കേരളം, നമ്മളെല്ലാവരും അഭിമാനം കൊള്ളുന്ന ആ കേരളത്തിൻ്റെ കല്ലുപാകിയ മനുഷ്യൻ ആരാണെന്ന് ചോദിച്ചാൽ അത് നിശ്ചയമായും ശ്രീനാരായണ ഗുരുവാണ്. ഇന്ത്യയിൽ ശ്രീനാരായണ ഗുരുവിന് മുകളിൽ വെക്കാൻ കഴിയുന്ന ഒരു ദാർശനികൻ പിറവി കൊണ്ടിട്ടില്ല. അദ്ദേഹത്തിന് മുകളിൽ എടുത്തു വയ്ക്കാൻ കഴിയുന്ന മാനവികത എന്ന ആശയത്തെക്കുറിച്ച്, കരുണ എന്ന് പറയുന്ന, അനുകമ്പ എന്ന് പറയുന്ന ആശയത്തെക്കുറിച്ച് സംസാരിച്ച ഒരുപക്ഷെ ഒരു 100 വർഷം മുമ്പുണ്ടായിരിക്കുകയും പിന്നെയും നൂറുകണക്കിന് വർഷങ്ങൾ മുമ്പിലേക്ക് കാണാൻ കഴിയുകയും ആ കാലഘട്ടത്തിൻ്റേതായ ഏതെങ്കിലും മാലിന്യങ്ങൾ സ്പർശിക്കാതിരിക്കുകയും ചെയ്ത ഒരാൾ അവിടെ നിൽക്കുമ്പോഴും അദ്ദേഹം മുന്നോട്ട് മാത്രം നോക്കുകയും ഇനിയും ഒരു 100-200 വർഷങ്ങൾക്കപ്പുറവും മനുഷ്യന് പ്രയോഗത്തിലെടുക്കാൻ കഴിയുമായിരുന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ച ആളാണ്. മതസ്പർദ്ധ എന്ന് പറയുന്ന സംഗതി ഉണ്ടാവാനേ പാടില്ല എന്നും എല്ലാ മതത്തിനും അതിൻ്റേതായ സവിശേഷതയും എല്ലാ മതത്തെയും ഉൾക്കൊള്ളലാണ് സാമൂഹിക പുരോഗതിയുടെ അടയാളം എന്ന് പറയാൻ ശ്രമിച്ച ആളാണ് അദ്ദേഹം. ഓക്കെ, എന്ന് മാത്രമല്ല അദ്ദേഹം നിരന്തരമായി സംസാരിച്ചത് മനുഷ്യർക്കിടയിൽ ഉണ്ടാവേണ്ട സ്നേഹത്തെക്കുറിച്ചാണ്. ജാതി എന്ന് പറയുന്ന ആശയം എങ്ങനെയാണ് മാനവകുലത്തിനെതിരാണ് എന്നതിനെക്കുറിച്ച് നിരന്തരമായി സംസാരിച്ചു. ശ്രീനാരായണ ഗുരു ഒരുപാട് ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയിട്ടുള്ള ആളാണ്. അദ്ദേഹവും ശിഷ്യന്മാരും കൂടി ഏതാണ്ട് 75-80 ക്ഷേത്രങ്ങളുടെ പ്രതിഷ്ഠ നിർവഹിച്ചിട്ടുണ്ട്. അതേക്കുറിച്ച് ചോദിക്കുമ്പോൾ ഗുരു പറയുന്ന കാര്യം, ഞാൻ ക്ഷേത്രപ്രതിഷ്ഠ നിർവഹിച്ചത് ഹിന്ദുക്കൾ എന്നോട് പ്രതിഷ്ഠ നിർവഹിക്കാൻ ആവശ്യപ്പെട്ടതുകൊണ്ടാണ്. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ആവശ്യപ്പെട്ടതെങ്കിൽ അവർക്ക് വേണ്ടിയും അവരുടെ ആരാധനാലയങ്ങളുടെ ശിലയിടാൻ എനിക്ക് മടിയൊന്നുമില്ല എന്നാണ്. അപ്പോൾ എന്തിനാണ് ക്ഷേത്രപ്രതിഷ്ഠ അദ്ദേഹം നിർവഹിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ആ ക്ഷേത്രപ്രതിഷ്ഠകളെല്ലാം ഏറ്റവും അധകൃതരായ, അവഗണിക്കപ്പെട്ട, ജാതിയുടെ പേരിൽ തൂത്തെറിയപ്പെട്ട മനുഷ്യരുടെ അഭയകേന്ദ്രങ്ങൾ എന്ന നിലയ്ക്കാണ് അദ്ദേഹം പ്രതിഷ്ഠ നിർവഹിക്കുകയും ക്ഷേത്രങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തത്. അപ്പോൾ കേവലമായ ഒരു മതത്തിൻ്റെ സന്യാസി, എനിക്കൊരു മതവുമില്ല, ഞാനൊരു മതത്തെയും പ്രൊപ്പഗേറ്റ് ചെയ്യുന്നില്ല, ഞാനൊരു മതത്തിൻ്റെയും ആളുമല്ല എന്ന് അദ്ദേഹം തീർത്തു പറയുന്നുണ്ട്. ഈ SNDP യോഗത്തോട് പോലും ഞാൻ വാക്കാലും പ്രവൃത്തിയാലും ഇതിനെ കൈവിട്ടിരിക്കുന്നു, എൻ്റെ ആശയത്തിന് മറുകരയിലൂടെയാണ് അത് സഞ്ചരിക്കുന്നത് എന്ന അവസാനം കത്തെഴുതിയ ആളാണ് അദ്ദേഹം. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രം, മതവും ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ഓരം ചേർന്ന് സഞ്ചരിച്ച ആളേ അല്ല, മറിച്ച് നോക്കൂ, ഒരു 10-100 വർഷം മുമ്പ് സ്ത്രീധനം എന്ന ആശയത്തെക്കുറിച്ച് സംസാരിക്കണം. അന്നത് എന്തൊക്കെയായിരുന്നു ഇത്? സ്ത്രീധനം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മക്കളെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന പോലെയാണ് നിങ്ങളുടെ മക്കളുടെ കല്യാണത്തിന് സ്ത്രീധനം ഏർപ്പാടാക്കുന്നത് എന്ന് പറഞ്ഞു. എത്ര വർഷം മുമ്പാണ്, എത്ര പതിറ്റാണ്ട് മുമ്പാണ്. നിങ്ങൾ കല്യാണത്തിന് ആളുകളുടെ എണ്ണം കുറയ്ക്കൂ, എന്നിട്ട് നിങ്ങൾ ആ പണം സേവ് ചെയ്യൂ, ആ സേവ് ചെയ്ത പണം നിങ്ങളുടെ മക്കൾക്ക് ജീവിതത്തിന് ഉപകരിക്കുന്നത് നിങ്ങൾ അവരുടെ കല്യാണ ദിവസം നൽകൂ എന്ന് പറഞ്ഞ ആളാണ് അദ്ദേഹം. നിങ്ങൾ കച്ചവടം ചെയ്ത് പണം ഉണ്ടാക്കണം, നിങ്ങൾ വിദ്യാഭ്യാസം ചെയ്യണം. ഒരു ക്ഷേത്രപ്രതിഷ്ഠ നടത്തിയാൽ അവിടെ വലിയ വഞ്ചി വെക്കുന്നു, ആ വഞ്ചിയിലുണ്ടാകുന്ന പണം കൊണ്ട് എന്ത് ചെയ്യുന്നു? വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നു. അങ്ങനെ ഗുരു സ്ഥാപിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്തുമാത്രം കേരളത്തിലുണ്ട്? ഡസൻ കണക്കുണ്ട്. കാരണം വിദ്യ എന്ന് പറയുന്ന ആശയം കൊണ്ടാണ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്ന എന്ന് അന്ന് മനസ്സിലാക്കിയ ഒരാൾ. വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാവുക പ്രധാനമാണ്, സാമുദായിക ഐക്യം ഉണ്ടാവുക പ്രധാനമാണ്, മനുഷ്യർക്കിടയിൽ അനുകമ്പ. ഈ അനുകമ്പാ ദശകം എന്ന് പറയുന്ന ഗുരു എഴുതിയ ആ ദീർഘമായ സംഗതിയുണ്ട്. അതിലാണ് ഒരു പീഡ എറുമ്പിനും വരാതെ എന്ന് തുടങ്ങുന്നത്. പക്ഷേ ഉറുമ്പിനെ പോലും ദ്രോഹിക്കാതെയുള്ള പാരസ്പര്യത്തെയും സ്നേഹത്തെയും കുറിച്ചാണ് സംസാരിച്ചത്. അപ്പോൾ എപ്പോഴും ഓർക്കേണ്ടത് ക്രിസ്ത്യാനിറ്റിയെക്കുറിച്ചും ക്രിസ്ത്യാനിറ്റിയുടെ പുരോഹിതന്മാരെക്കുറിച്ചും പ്രവാചകന്മാരെക്കുറിച്ചും ദൈവങ്ങളെക്കുറിച്ചും മുസ്ലിം പ്രവാചകനെക്കുറിച്ചും ഹിന്ദു പുരാണത്തിലെ
ആളുകളെക്കുറിച്ചും എല്ലാം ഒരേ മൂല്യത്തോടെയും ഒരേ പരിഗണനയോടെയും സംസാരിക്കുകയും അതിനെക്കുറിച്ച് ശിഷ്യന്മാരെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്ത ഒരാൾ. അതിനെല്ലാം അപ്പുറം ജാതി എന്ന് പറയുന്നത് ഗുരുതരമായ പ്രശ്നമാണെന്ന്, ഇന്ത്യൻ വ്യവസ്ഥയുടെ ഒരു നിലനിൽപ്പിന് ജാതി കുറച്ചൊക്കെ വേണ്ടേ എന്നാണ് ഗാന്ധിയോട് വന്നപ്പോൾ ഗുരുവിനോട് സംസാരിക്കുമ്പോൾ ആദ്യം ചോദിക്കുന്നത്. അതിൻ്റെ ആവശ്യമില്ല എന്നാണ്. അപ്പോൾ അങ്ങനെ ജാതി നിലനിർത്തിക്കൊണ്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകാൻ പോകുന്നതെങ്കിൽ ഈ വ്യവസ്ഥയെ വീണ്ടെടുക്കാൻ മഹാത്മാഗാന്ധിയോട് നിങ്ങൾ പലകുറി ജനിക്കേണ്ടി വരുമെന്നാണ് അന്ന് ഗുരു പറഞ്ഞ കാര്യം. എന്നിട്ട് അവർ തമ്മിലുള്ള ആ വാഗ്വാദമല്ല, ആ സംവാദത്തിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അവൈലബിൾ ആണ്. അത് വായിച്ചു നോക്കിയാൽ ഗാന്ധി എവിടെയാണ് നിൽക്കുന്നതെന്നും ഗുരു എവിടെയാണ് നിൽക്കുന്നതെന്നും നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഈ മാറിയ കാലത്ത്, കുഴപ്പം പിടിച്ച ഈ കാലത്ത് നിശ്ചയമായും കേരളം എന്ന് പറയുന്ന ആശയത്തിന് അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രൗഢവും നമ്മൾ അഭിമാനം കൊള്ളുന്നതുമായ ആശയത്തിന് ആണിക്കല്ല് പാകിയ ഒരാളെന്ന നിലയ്ക്ക് നമ്മൾ ഉറപ്പായിട്ടും അദ്ദേഹത്തെ കൂടുതൽ വായിക്കണം. ഞാൻ ഈ പറഞ്ഞതിനകത്തൊന്നുമില്ല ആരായിരുന്നു ഗുരു എന്ന് മനസ്സിലാക്കാൻ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ, അദ്ദേഹം എഴുതിയത്, അദ്ദേഹം കലയ്ക്കും വിദ്യാഭ്യാസത്തിനും നൽകിയിട്ടുള്ള പ്രാധാന്യം എന്താണ്, ഒപ്പം ഈ നവോത്ഥാനം എന്ന് പറയുന്ന ആശയത്തിന് അദ്ദേഹം കൊടുത്തിട്ടുള്ള പങ്കാളിത്തം എന്താണ്, സഹവർത്തിത്വം എന്ന ആശയത്തിന് കൊടുത്തിട്ടുള്ള പങ്കാളിത്തം എന്താണെന്നത് ഉറപ്പായിട്ടും കേരളം പിന്നെയും പഠിക്കേണ്ടതാണ് എന്ന് ഞാൻ പറയും. ഈ കാലുഷ്യത്തിൻ്റെ കാലത്ത് ഗുരുവിനെ എങ്ങനെ ഓർക്കണം? ഈ നവോത്ഥാനം എന്ന് പറയുന്നത് എല്ലാ നാടുകളിലും നടന്നതാണ്. അതൊരു നാടുവാഴി സമ്പ്രദായത്തിൽ നിന്ന് മനുഷ്യർ ജനാധിപത്യത്തിലേക്കും അതുപോലെ മുതലാളിത്തത്തിലേക്കുള്ളൊരു മാറ്റമാണ് ഈ നവോത്ഥാനം എന്നൊക്കെ പൊതുവെ നമ്മൾ പറയുന്നത്. അതിന് പല അടരുകളുണ്ട്, ബൗദ്ധികമായും സ്പിരിച്വലായിട്ടുള്ള പല അടരുകളുണ്ട്. ഇപ്പോൾ കേരളം ഒരു നാടുവാഴിത്തം നിലനിന്നൊരു സ്ഥലമാണ്. അവിടെ ഇപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇവിടെയും സ്വാതന്ത്ര്യ സമരമൊക്കെ നടക്കുന്നു, പല രീതിയിൽ നടക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ നാടുവാഴിത്തത്തിൽ നിന്ന് നമ്മളൊരു ആധുനിക സമൂഹമായി മാറുകയാണ്. അതിൽ നാരായണ ഗുരു മാത്രമല്ല പങ്കുവഹിച്ചിട്ടുള്ളത്, പലവരും പങ്കുവഹിച്ചിട്ടുണ്ട്. പല തരത്തിലുള്ള ബ്രിട്ടീഷ് മിഷണറിമാർ പങ്കുവഹിച്ചിട്ടുണ്ട്. ഓരോ സമുദായത്തിലെയും സാമുദായികാചാര്യന്മാർ, അതിപ്പോൾ നായർ സമുദായത്തിലാണെങ്കിൽ ചട്ടമ്പി സ്വാമികൾ, അധകൃതരുടെ ദളിത് സമുദായത്തിൽ അയ്യങ്കാളി, അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും ആളുകളുണ്ട്. പല സാമുദായിക നേതാക്കൾ, ഇപ്പോൾ മുസ്ലിം സമൂഹത്തിലാണെങ്കിൽ ഈ നവോത്ഥാന സംഘടനകൾ, എല്ലാവരും കൂടിയിട്ടാണത് കൊണ്ടുവന്നത്. പക്ഷേ ശ്രീനാരായണ ഗുരുവിനെ സവിശേഷമാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എല്ലാവർക്കും സ്വീകാര്യമാകുന്ന ആശയങ്ങളാണ് അദ്ദേഹം മുന്നിൽ വെച്ചത്. മറ്റവർക്ക് സ്വീകാര്യത, മറ്റുള്ള ആളുകൾക്ക് സ്വീകാര്യത അവരവരുടെ സമുദായങ്ങളിലോ അല്ലെങ്കിൽ പ്രദേശങ്ങളിലോ ആണെങ്കിൽ ശ്രീനാരായണ ഗുരു കേരളത്തിൽ യൂണിവേഴ്സലായിട്ട് സ്വീകാര്യനായ ഒരു നവോത്ഥാന നായകനായി മാറി. ആ അർത്ഥത്തിൽ ആധുനിക കേരളത്തിൻ്റെ ശില്പി എന്ന് പറയാവുന്ന ആളാണ് ശ്രീനാരായണ ഗുരു. ഒന്ന്, അദ്ദേഹം മുമ്പ് ഇവിടെ നിഷാദ് പറഞ്ഞതുപോലെ ഏതെങ്കിലും മതത്തെ പ്രൊപ്പഗേറ്റ് ചെയ്യല്ല അദ്ദേഹം ചെയ്തത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സമുദായത്തെ മാത്രം ഉദ്ധരിച്ച് കളയാം, അതിനകത്ത് നവോത്ഥാന പ്രവർത്തനം നടത്തി കളയാമെന്നല്ല അദ്ദേഹം ചിന്തിച്ചത്. അദ്ദേഹം എൻ്റെ ഒരു എളിയ വായനയിൽ എനിക്ക് മനസ്സിലായത്, അദ്ദേഹം ഈ കേരളത്തിൻ്റെ റൂട്ടിലേക്ക് പോവുകയും, കേരളത്തിൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു 8-ാം നൂറ്റാണ്ടിന് മുമ്പുള്ള കേരളത്തിൽ സ്ഥിതി സമത്വം നിലനിന്നിരുന്നു. അങ്ങനെയാണ് നമ്മൾ മഹാബലിയെ പറ്റി പറയുന്നത്. അതെങ്ങനെ നിലനിന്നതെന്ന് വെച്ചാൽ കേരളത്തിൻ്റെ ഒരു ബൗദ്ധ സ്വാധീനമുണ്ട്, ബുദ്ധമതത്തിൻ്റെ സ്വാധീനമുണ്ട്. അപ്പോൾ ആ ബുദ്ധമതത്തിൻ്റെ റൂട്ടിൽ നിന്നാണ് ഗുരു തൻ്റെ ആശയത്തെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാകുന്നത്. അപ്പോൾ അത് തന്നെയല്ലേ അംബേദ്കറും പറയാറുള്ളത്. ഗുരുവിൻ്റെ പല സ്ലോഗൻസാണ് അംബേദ്കറും പറയുക. അപ്പോൾ എന്താണ്, സംഘടിക്കുക, ശക്തരാകുക എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് പറയുന്നത്, അജിറ്റേറ്റ്, ഓർഗനൈസ് എന്നാണ് അവിടെയും പറയുക. അപ്പോൾ വിദ്യാഭ്യാസം, സംഘടിത ശക്തി, ആധുനിക ജീവിതം, ഇതാണ് ശ്രീനാരായണ ഗുരുവും അംബേദ്കറും ഒക്കെ മുന്നോട്ട് വയ്ക്കുന്ന ആശയം. പിന്നെ സാഹോദര്യം, സമത്വം. ഇപ്പോൾ ഈ ആശയങ്ങൾക്കൊക്കെ ഒരു സിമിലാരിറ്റി ഉണ്ട്, നമുക്ക് ആ സിമിലാരിറ്റി കാണാൻ കഴിയും. മറ്റൊന്ന്, അദ്ദേഹം ഈ നവോത്ഥാന നായകരിൽ, ഇപ്പോൾ കേരളത്തിലെ നവോത്ഥാന നായകരിൽ പലരും സ്വന്തം മതം, സ്വന്തം സമുദായത്തെ ഇങ്ങനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി മറ്റുള്ളവരെ ആക്രമിക്കുകയോ വിമർശിക്കുകയോ ചെയ്യുമായിരുന്നു. പക്ഷേ ഇദ്ദേഹം അതുപോലും ചെയ്തില്ല. അദ്ദേഹം ചെയ്തില്ല എന്ന് മാത്രമല്ല, എല്ലാ മതങ്ങളിൽ നിന്നും അതിൻ്റെ ഒരു കോർ വാല്യൂ, മതങ്ങളുടെ ഒരു കോർ വാല്യൂവിനെ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെയാണ് അദ്ദേഹം പ്രൊപ്പഗേറ്റ് ചെയ്തത്. ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും രൂക്ഷമായ സാമൂഹിക തിന്മ എന്ന് പറയുന്നത് ജാതിയാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും മോശം ജാതി വ്യവസ്ഥ നിലനിന്ന സംസ്ഥാനമാണ് അല്ലെങ്കിൽ പ്രദേശമാണ് കേരളം. അപ്പോൾ അങ്ങനെയുള്ള കേരളത്തിൽ ജാതി പറയുന്നത് മോശമാണ് എന്നൊരു ഫീൽ ഉണ്ടാക്കി. ഇപ്പോൾ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും ആ ഫീലില്ല, അതുകൊണ്ട് ജാതി വളരെ എവിഡൻ്റാണ്. പക്ഷേ കേരളത്തിൽ കുറേ കൂടി ഗുപ്തമായ, ഒളിച്ചാണ് കേരളത്തിൽ ജാതി പ്രാക്ടീസ് ചെയ്യപ്പെടുന്നത്, വളരെ പൊതിഞ്ഞു പിടിച്ചിട്ടാണ്. അതിന് കാരണം ശ്രീനാരായണ ഗുരുവിൻ്റെ സ്വീകാര്യതയാണ്. ജാതി ചോദിക്കരുത്, പറയരുത് എന്നുള്ളത് എല്ലാവർക്കും സ്വീകാര്യമായൊരു പൊതുതത്വമായി മാറുന്നതുകൊണ്ടാണ് അത് ഒളിച്ച് വച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ പേരിനോടൊപ്പം ജാതിവാൽ ഉപേക്ഷിക്കപ്പെട്ട, വളരെ മുമ്പേ ജാതിവാൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു സംസ്ഥാനമാണ് കേരളം. പിന്നീട് ആ ജാതിവാൽ തിരിച്ചു വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാവും. എവിടെയാണോ ശ്രീനാരായണ ഗുരുവിനെ മലയാളി സമൂഹം കൈവിട്ടത്, അപ്പോഴാണ് ഈ സാധനം തിരിച്ചു വരുന്നത്, ജാതീയത തിരിച്ചു വരുന്നത്. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത്, ഇപ്പോൾ ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനങ്ങളെക്കാളും കേരളത്തെ ആ അർത്ഥത്തിൽ മുന്നിൽ നിർത്തുന്നതിൽ പ്രധാനപ്പെട്ട കാരണം ശ്രീനാരായണ ഗുരുവിൻ്റെ
എന്താണ് ആ തത്വങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്, ജനങ്ങളുടെ ഹൃദയങ്ങളിൽ നിലനിൽക്കുന്നുണ്ടാണ്. എന്ന് ജനം അത് മറന്നു പോകുന്നു, അന്ന് നമ്മൾ റിഗ്രസീവ് സൊസൈറ്റി ആയിട്ട് പിന്തിരിഞ്ഞ് നടക്കാൻ തുടങ്ങുന്നുണ്ട്. അതിൻ്റെ സൂചനകൾ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ 135 വർഷം കഴിഞ്ഞിട്ടും ഗുരുവിനെ ശരിയായി വായിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ള ദുഃഖകരമായ ഒരു വസ്തുതയായി നിലനിൽക്കുന്നു. ഔട്ട് ഓഫ് ഫോക്കസ് അവസാനിക്കും. നാളെ വീണ്ടും ഇരിക്കാം. നമസ്കാരം.